വെൽക്കം ടു ക്ലൗഡ് ഡിസൈൻസ്. ഞാൻ ജെബിൻ ഷഫീഖ്. ഇന്നത്തെ വീഡിയോയിൽ ഫസ്റ്റ് കാണിക്കുന്നത് സെമി ചന്തേരി ഫാബ്രിക്കിൽ മൾട്ടി കളറിൽ വരുന്ന ത്രെഡ് വർക്കിൽ വരുന്ന സാരീസാണ് വരുന്നത്. അതിനുശേഷം ചന്തേരി ഓർഗൻസയിൽ ത്രെഡ് വർക്കിൽ വരുന്ന സാരീസാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ എല്ലാം ഡിഫറെൻറ്റ് കളേഴ്സും ഡിഫറെൻറ്റ് ത്രെഡ് വൂവൻ പാറ്റേണിലും വരുന്ന സാരീസാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇതെല്ലാം ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. clouddesigns.com എന്ന വെബ്സൈറ്റിൽ എല്ലാ സാരീസും അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് കിടക്കാം. സെമി ചന്തേരി ഫാബ്രിക്കിൽ മൾട്ടി കളറിലുള്ള ത്രെഡ് വർക്കിലാണ് ഇന്നത്തെ വീഡിയോയിൽ ഫസ്റ്റ് കളക്ഷൻസ് വരുന്നത്. അതിൽ ഫസ്റ്റ് സാരീസിൻ്റെ കളക്ഷൻ വരുന്നത് മൗ ടോണിലാണ്. മൗ ഷെയ്ഡിൽ നല്ലൊരു കളർ കോമ്പിനേഷനിലാണ് ത്രെഡ് വർക്ക് വരുന്നത്. ഈ സാരിയിൽ കോമ്പിനേഷൻസ് വരുന്നത് ഒരു ലാവൻഡർ, ബ്ലൂ, ഒലിവ് ഗ്രീൻ ഈ കോമ്പിനേഷനിലാണ് സാരിയിൽ ത്രെഡ് വർക്ക് വരുന്നത്. ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ കാര്യം അടുത്ത സാരി വരുന്നതും സെയിം കോമ്പിനേഷൻ തന്നെയാണ്. ത്രെഡ് വർക്കിൽ ചെറിയ സ്ലൈറ്റ് ഡിഫറൻസേ വരുന്നുള്ളൂ. സാരിയുടെ ഷെയ്ഡ് വരുന്നത് മൗ ടോൺ തന്നെയാണ്. കോമ്പിനേഷനും സെയിം തന്നെയാണ്. ഫ്ലോറൽ വർക്കിൽ മാത്രമേ ഡിഫറൻസ് വരുന്നുള്ളൂ. നെക്സ്റ്റ് സാരി, ഇതാണ് ഫസ്റ്റ് സാരി വരുന്നത്. ഈ ടൈപ്പ് സാരീസാണ് വരുന്നത്. ത്രൂ ഔട്ട് ദ സാരി ത്രെഡ് വൂവൻ പാറ്റേണിലാണ് വരുന്നത്. ഒരു ബഞ്ച് ഓഫ് ഫ്ലവേഴ്സിൻ്റെ ത്രെഡ് വർക്കിലാണ് സാരി വരുന്നത്. ഇതിൽ ഒരു പൈപ്പിംഗ് വന്നിട്ടുണ്ട്, എഡ്ജിൽ ഒരു പൈപ്പിംഗ് വന്നിട്ടുണ്ട്. ആ സെയിം ഇതിൽ തന്നെയാണ് ഇതിൻ്റെ ബ്ലൗസ് വരുന്നത്. ഒരു ത്രെഡ് വൂവൻ ജക്കോട്ട് പാറ്റേണിലാണ് ബ്ലൗസ് വരുന്നത്. ഒരു ബ്ലാക്ക് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനുള്ള ജക്കോട്ട് വീവിങ് പാറ്റേണിലാണ് ബ്ലൗസ് വരുന്നത്. ഈ മെറ്റീരിയൽ കൊണ്ട് തന്നെയാണ് ഈ സാരിയുടെ എഡ്ജിൽ പൈപ്പിംഗ് വരുന്നത്. ഇതാണ് റിവേഴ്സ് സൈഡ്. സെയിം ബ്ലൗസിൻ്റെ അതേ പാറ്റേണിലാണ്, അതേ മെറ്റീരിയൽ കൊണ്ട് തന്നെ പൈപ്പിംഗ് വരുന്നത്. ഇങ്ങനെ വരും. ഇത് ഒതുങ്ങി നിൽക്കുന്ന ഫാബ്രിക്കാണ് കേട്ടോ. ഞാനിപ്പം വെയർ ചെയ്തിരിക്കുമ്പോൾ അത് മനസ്സിലാവുമല്ലോ. വളരെ ഒതുങ്ങി നിൽക്കും. നമുക്ക് പ്ലീറ്റ് എടുത്തും വെയർ ചെയ്യാം, അതല്ല വൺ ലെയറിലും വെയർ ചെയ്യാം. ഇതിപ്പോൾ ഞാൻ കോൺട്രാസ്റ്റ് ബ്ലൗസാണ് പെയർ ചെയ്തിരിക്കുന്നത്. അതല്ലെങ്കിൽ നമുക്ക് സെൽഫ് കളറിൽ തന്നെ മോ ടോണിൽ വരുന്ന ബ്ലൗസ് നമുക്ക് ഇതിൻ്റെ കൂടെ പെയർ ചെയ്യാവുന്നതാണ്. പ്ലീറ്റ് എടുത്തും വെയർ ചെയ്യുകയാണെങ്കിൽ ത്രെഡ് വർക്ക് ഫ്രണ്ടിൽ വരും. ഇങ്ങനെ വരും ഫാബ്രിക്ക്. വളരെ ഒതുങ്ങി നിൽക്കുന്ന ഫാബ്രിക്കാണ്. നെക്സ്റ്റ് സാരി വരുന്നത് മോ ഷെയ്ഡിൽ തന്നെയാണ്. ഇതിൽ ത്രെഡ് വർക്കിൽ മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. ത്രെഡ് വർക്കിൻ്റെ കളർ കോമ്പിനേഷനും സാരിയുടെ കളറും എല്ലാം സെയിം തന്നെയാണ്. ഈ സാരിയിൽ ത്രെഡ് വർക്ക് വരുന്നത് ഇങ്ങനെയാണ്. ലാവൻഡർ, ഒരു അക്വ ബ്ലൂ, ഒലിവ് ഗ്രീൻ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിലാണ് ത്രെഡ് വർക്ക് വരുന്നത്. ഫ്ലോറൽ ഡിസൈനിൽ ഒരു സ്ലൈറ്റ് ഡിഫറൻസ് വരുന്നുണ്ട്. കൂടാതെ ചെറിയ ഫ്ലോറൽ മോട്ടീവ്സും വരുന്നുണ്ട് സാരിയിൽ. ഇങ്ങനെയാണ് ഈ സാരിയിൽ വർക്ക് വരുന്നത്. ഫാബ്രിക് എല്ലാം സെയിം തന്നെയാണ്. സെമി ചന്തേരിയാണ്. ഇതിലും ത്രെഡ് വൂവൻ ജക്കോട്ട് ബ്ലൗസ് മെറ്റീരിയലാണ്. ഒലിവ് ഗ്രീൻ വിത്ത് ബ്ലാക്ക് കോമ്പിനേഷനുള്ള ബ്ലൗസ് മെറ്റീരിയൽ വന്നിട്ട് സെയിം ബ്ലൗസ് മെറ്റീരിയൽ വെച്ച് തന്നെയാണ് ഈ സാരിയിൽ പൈപ്പിംഗ് വരുന്നത്. ഇതാണ് പൈപ്പിങ്ങിൻ്റെ ബാക്ക് സൈഡ്. ഇങ്ങനെ വരും. സെമി ചന്തേരി കളക്ഷൻസിൽ നെക്സ്റ്റ് സാരി വരുന്നത് സിമൻ ഗ്രേ ഷെയ്ഡിലാണ്. സിമൻ ഗ്രേയിൽ ഒരു റാണി പിങ്ക് ആൻഡ് ഒലിവ് ഗ്രീൻ കോമ്പിനേഷനിലുള്ള ത്രെഡ് വർക്കാണ് എൻറ്റയർ സാരിയിലും വരുന്നത്. ഇങ്ങനെ വരിക. ഫ്ലോറൽ ത്രെഡ് വർക്ക് ഇങ്ങനെ വരിക. ഒരു ഒലിവ് ഗ്രീൻ ലീവ്സ് വരുന്നുണ്ട്. ഫ്ലോറൽ ഡിസൈൻസ് വരുന്നത് റാണി പിങ്ക്, ഡാർക്ക് ബ്രൗൺ കോമ്പിനേഷനിലാണ് ഫ്ലോറൽ ഡിസൈൻസ് വരുന്നത്. ഇനി വരും സാരിയിൽ വർക്ക്. സൈഡിൽ ബ്ലൗസിൻ്റെ സെയിം പാറ്റേണിലുള്ള റാണി പിങ്ക് വിത്ത് ബ്ലാക്ക് ജക്കോട്ട് ബ്ലൗസ് മെറ്റീരിയലാണ് സാരിക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. സെയിം മെറ്റീരിയൽ വെച്ച് തന്നെയുള്ള ഒരു പൈപ്പിംഗ് ആണ് എഡ്ജിൽ വരുന്നത്. എൻറ്റയർ സാരിയിലും സെയിം ത്രെഡ് വർക്ക് വരുന്നുണ്ട്. പ്ലീറ്റ്സിൻ്റെ ഏരിയ വരുമ്പം അപ്പർ പോർഷൻ പ്ലെയിൻ ആയിട്ട് വന്നിട്ട് ലോവറിലായിരിക്കും ഫുൾ ത്രെഡ് വർക്ക് വരിക. ബ്ലൗസ് വരുന്നത് റെഡ് വിത്ത് ബ്ലാക്ക് ആണ്. ജക്കോട്ട് ബ്ലൗസ് മെറ്റീരിയൽ വരുന്നത്. ചന്തേരി സിൽക്കിൽ നെക്സ്റ്റ് സാരിയുടെ കളർ വരുന്നത് ഒലിവ് ഗ്രീൻ ആണ്. ഒലിവ് ഗ്രീൻ, ഡാർക്ക് ഓണിയൻ പിങ്ക് ആൻഡ് ബ്രൗൺ കോമ്പിനേഷനിലാണ് ത്രെഡ് വർക്ക് വരുന്നത് സാരിയിൽ. ത്രൂ ഔട്ട് ദ സാരി ഒരു ഫ്ലോറൽ ത്രെഡ് വൂവൻ പാറ്റേണിലാണ് വരുന്നത്. ഒലിവ് ഗ്രീൻ ഷെയ്ഡിലുള്ള ലീഫ് പാറ്റേൺസും വരുന്നുണ്ട്. ബ്രൗൺ ആൻഡ് ഓണിയൻ പിങ്ക് കോമ്പിനേഷനിലാണ് ഫ്ലോറൽ ഡിസൈൻസ് വരുന്നത് സാരിയിൽ. ഇങ്ങനെ വരും സാരിയുടെ ബോഡി. ഇത് മുന്താണിയാണ്. മുന്താണിയിലാണ് ഫുൾ ത്രെഡ് വർക്ക് വരുന്നത്. പ്ലീറ്റ്സിൻ്റെ ഏരിയ വരുമ്പോൾ ലോവറിലായിരിക്കും ത്രെഡ് വർക്ക് വരിക. ത്രെഡ് വൂവൻ ജക്കോട്ട് ബ്ലൗസ് മെറ്റീരിയലാണ് സാരിക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഒരു ലോട്ടസ് പിങ്ക് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിലാണ് ബ്ലൗസ് വരുന്നത്. സെയിം പാറ്റേണിൽ തന്നെയാണ് എഡ്ജിൽ ബീഡിങ്ങും വരുന്നത്, പൈപ്പിംഗ് വരുന്നത്. സെമി ചന്തേരി ഫാബ്രിക്കിൽ വരുന്ന നെക്സ്റ്റ് സാരി വരുന്നത് ഓണിയൻ പിങ്ക് ഷെയ്ഡിലാണ്. ഡാർക്ക് ഓണിയൻ പിങ്കിൽ ഒരു ത്രൂ ഔട്ട് ദ സാരി വരുന്നത് ഡാർക്ക് ആൻഡ് ലൈറ്റ് റോയൽ ബ്ലൂ ആൻഡ് ഒലിവ് ഗ്രീൻ കോമ്പിനേഷനുള്ള ഫ്ലോറൽ ത്രെഡ് വർക്കാണ് സാരിയിൽ വരുന്നത്.
എൻ്റയർ സാരിയിലും സെയിം ത്രെഡ് വർക്ക് തന്നെ വരിക. ഫ്ലോറൽ ഡിസൈൻസ് വരുന്നത് ലൈറ്റ് ആൻഡ് ഡാർക്ക് റോയൽ ബ്ലൂ ഷെയ്ഡിലാണ്. ലീഫ് പാറ്റേൺസ് വരുന്നത് ഒലിവ് ഗ്രീൻ ഷെയ്ഡിലാണ്. ഇങ്ങനെ വരും സാരിയിൽ. ഈ സാരിയിലും ബ്ലൗസ് വരുന്നത് ഗ്രീൻ വിത്ത് ബ്ലാക്ക് ജക്കോട്ട് ബ്ലൗസ് മെറ്റീരിയലാണ് സാരിക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. സെയിം പാറ്റേണിലുള്ള പൈപ്പിംഗ് ആണ് സാരിയുടെ ഫുൾ സാരിയിലും വരുന്നത്. സെമി ചന്തേരി ഫാബ്രിക്കിൽ വരുന്ന സാരിയിൽ ഈ സാരിയുടെ കളർ വരുന്നത് എലിഫൻറ്റ് ഗ്രേ ആണ്. ഇതിന് മുൻപ് കാണിച്ച സാരി സിമൻറ്റ് ഗ്രേ ആയിരുന്നു. കളറിനെ പറ്റിയോ ഫാബ്രിക്കിനെ പറ്റിയോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക. നമുക്ക് റിട്ടേൺ ഓർ എക്സ്ചേഞ്ച് പോളിസി ഇല്ലാത്തതുകൊണ്ട് പറയുകയാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ ഡൗട്ട് ക്ലിയർ ചെയ്തതിന് ശേഷം പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക. ഇതിൻ്റെ കളർ എക്സാക്റ്റ് ഒരു എലിഫൻറ്റ് ഗ്രേ ആണ്. എലിഫൻറ്റ് ഗ്രേയിൽ ത്രൂ ഔട്ട് ദ സാരി വരുന്നത് ലാവൻഡർ ഓണിയൻ പിങ്ക് ആൻഡ് ഒലിവ് ഗ്രീൻ കോമ്പിനേഷനുള്ള ഫ്ലോറൽ ഡിസൈൻസിലാണ് സാരി വരുന്നത്. ഇങ്ങനെ വരും സാരിയിൽ. എൻ്റയർ സാരിയിലും സെയിം ത്രെഡ് വർക്ക് തന്നെയാണ് വരുന്നത്. സെമി ചന്തേരിയിൽ വരുന്ന സാരീസ് എല്ലാം വിത്തൗട്ട് ബോർഡറാണ്. ബോർഡർലെസ് സ്റ്റൈലായിരുന്നു ഈ സാരീസ് എല്ലാം വരുന്നത്. ബോഡി നല്ല റിച്ച് ആണ്. മൾട്ടി കളറിലുള്ള ത്രെഡ് വർക്ക് വരുന്നുണ്ട് തന്നെ. ബോർഡർ സിമ്പിൾ പൈപ്പിംഗ് മാത്രമേ വരുന്നുള്ളൂ ബോർഡറിന്. ഇതിലും ജക്കോട്ട് ബ്ലൗസ് മെറ്റീരിയലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതാണ് സാരിയുടെ ബ്ലൗസ് വരുന്നത്. സെയിം ഫാബ്രിക്കിൽ വരുന്ന പൈപ്പിംഗ് ആണ് സാരിക്ക് വരുന്നത്. ബോർഡർ ഇല്ല, വിത്തൗട്ട് ബോർഡർ സാരീസ് വരുന്നത്. നെക്സ്റ്റ് സാരി വരുന്നത് ചന്തേരി ഓർഗൻസ ഫാബ്രിക്കിലാണ്. ചന്തേരി സിൽക്കും ഓർഗൻസ സിൽക്കും കൂടി ബ്ലെൻഡഡ് ആണ് സാരിയുടെ മെറ്റീരിയൽ വരുന്നത്. ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത് ഡീപ്പ് നേവി ബ്ലൂ ആണ്. ഡീപ്പ് നേവി ബ്ലൂവിൽ ഒരു ആൻറ്റി കോപ്പർ ടിഷ്യൂ വുവൺ പാറ്റേണിലുള്ള ബോർഡറാണ് സാരിക്ക് രണ്ട് സൈഡിലും വരുന്നത്. മുകൾ ഭാഗത്തെ ബോർഡർ വരുന്നത് ഒരു 1.5 ഇഞ്ചിൻ്റെ ബോർഡറാണ് അപ്പർ ബോർഡർ വരുന്നത്. താഴെ ഒരു 4 ഇഞ്ച് ബോർഡറാണ് വരുന്നത്. ആൻറ്റി കോപ്പർ ടിഷ്യൂ ബോർഡർ വന്നിട്ട് സെൽഫ് കളറിൽ വരുന്ന ത്രെഡ് വർക്കാണ് സാരിയിൽ വരുന്നത്. ഡീപ്പ് നേവി ബ്ലൂവിൽ നേവി ബ്ലൂ ആൻഡ് കോപ്പർ കോമ്പിനേഷനുള്ള ഒരു എംബോസ്ഡ് ത്രെഡ് വർക്കാണ് സാരിയിൽ വരുന്നത്. കൂടാതെ ഫ്ലോറൽ മോട്ടീവ്സ് വരുന്നുണ്ട്. സ്മോൾ ഫ്ലോറൽ മോട്ടീവ്സ് സ്കാറ്റേർഡ് ആയിട്ട് വരുന്നുണ്ട്. ഇങ്ങനെയാണ് സാരിയുടെ ബോഡി വരുന്നത്. ഫുൾ സാരിയിലും ഈ ത്രെഡ് വർക്ക് വരുന്നുണ്ട്. ഇങ്ങനെ വരും. ഫ്രണ്ട് വ്യൂ ഇങ്ങനെ വരും സാരിയുടെ. മുന്താണി ഇങ്ങനെ വരും. ഫുൾ ത്രെഡ് വുവൺ പാറ്റേൺസ് വന്നിട്ട് മുന്താണിയുടെ എൻഡിൽ ആൻറ്റി കോപ്പർ ജെറി വുവൺ ലൈൻസ് ആണ്. സ്ട്രൈപ്പ് ഡിസൈൻസിലാണ് സാരിയുടെ പല്ലു വരിക. ഇങ്ങനെ വരിക സാരിയുടെ മുന്താണി. നേവി ബ്ലൂ ടാസിൽസ് ആണ് എൻ്റെ അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. ബ്ലൗസ് മെറ്റീരിയൽ റണ്ണിങ് ബ്ലൗസ് മെറ്റീരിയലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഡീപ്പ് നേവി ബ്ലൂവിൽ വിത്ത് ബോർഡർ ആയിട്ടുള്ള ബ്ലൗസ് മെറ്റീരിയലാണ് സാരിക്ക് വരുന്നത്. ബ്ലൗസ് പ്ലെയിനാണ് വരുന്നത്. സാരി നല്ല റിച്ച് ആയിട്ടുള്ള ത്രെഡ് വർക്കാണ് ഫുൾ സാരിയിലും വരുന്നത്. അതുകൊണ്ട് തന്നെ ബ്ലൗസ് സിമ്പിളാണ് വരുന്നത്. സഫയർ ഗ്രീൻ ഷെയ്ഡിലാണ് നെക്സ്റ്റ് സാരി വരുന്നത്. ഇതും ഒരു കോപ്പറിഷ് ടോണിൽ വരുന്ന ബോർഡറാണ്. ടിഷ്യൂ ബോർഡറാണ് സാരിക്ക് രണ്ട് സൈഡിലും വരുന്നത്. കൂടാതെ ബോഡിയിൽ ത്രൂ ഔട്ട് ദ സാരി സെൽഫ് കളർ ആൻഡ് ആൻറ്റി കോപ്പർ ഷെയ്ഡിലുള്ള ത്രെഡ് വർക്കാണ് സാരിയിൽ വരുന്നത്. ഒരു എംബോസ്ഡ് ഫ്ലോറൽ ത്രെഡ് വർക്കാണ് സാരിയിലെ ബോഡിയിൽ വരിക. സെയിം കളർ വരുന്നുണ്ട്. സഫയർ ഗ്രീൻ ആൻഡ് ആൻറ്റി കോപ്പർ ഷെയ്ഡിലാണ് ത്രെഡ് വർക്ക് വരുന്നത്. അതിൽ ഫ്ലോറൽ ത്രെഡ് മൂവ്മെൻറ്റ് മോട്ടീവ്സ് സ്കാറ്റേർഡ് ചെയ്ത് വരുന്നുണ്ട്. ബോഡി വരുന്നത് ഇങ്ങനെയാണ്. ബോർഡർ വരുമ്പം രണ്ട് സൈഡിലും ഷോർട്ട് ആൻഡ് ലോങ് ബോർഡറാണ് വരുന്നത്. 1.5 ഇഞ്ചിൻ്റെ ബോർഡറും വരുന്നുണ്ട്. ഒരു 4 ഇഞ്ചിൻ്റെ ബോർഡറും വരുന്നുണ്ട് സാരിയിൽ. ഓർഗൻസ ഫാബ്രിക് ആയതുകൊണ്ട് ഒരു സെമി ട്രാൻസ്പെറൻറ്റ് ആയിരിക്കും സാരി സിംഗിൾ ലെയറിൽ. മുന്താണി വരുന്നത് ആൻറ്റി കോപ്പർ ജെറി വുവൺ ലൈൻസ് ആണ് സാരിയുടെ പല്ലുവിൽ വരുന്നത്. സഫയർ ഗ്രീൻ ഷെയ്ഡിലുള്ള ടാസിൽസ് ആണ് എൻ്റെ അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. ഇതിനും റണ്ണിങ് ബ്ലൗസ് മെറ്റീരിയലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പ്ലെയിൻ വിത്ത് ബോർഡർ ആയിട്ടുള്ള ബ്ലൗസാണ് സാരിക്ക് വരുന്നത്. നല്ലൊരു കളർ കോമ്പിനേഷനിലാണ് നെക്സ്റ്റ് സാരി വരുന്നത്. സിൽവർ ഗ്രേ വിത്ത് ആൻറ്റി കോപ്പർ കോമ്പിനേഷനിലാണ് ഓർഗൻസ സിൽക്ക് സാരി വരുന്നത്. ചന്തേരി ഓർഗൻസയാണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. ഇതിലും സെൽഫ് കളർ ആൻഡ് കോപ്പർ ത്രെഡ് വുവൺ മോട്ടീവ്സ് ആണ് ത്രൂ ഔട്ട് ദ സാരിയിലും വരിക. ഫ്ലോറൽ ത്രെഡ് വർക്കാണ് വരുന്നത്. സിൽവർ ഗ്രേ ആൻഡ് കോപ്പർ കോമ്പിനേഷനിലാണ് ഫ്ലോറൽ മോട്ടീവ്സ് വരുന്നത്. കൂടാതെ സ്മോൾ ഫ്ലോറൽ ഡിസൈൻസും വരുന്നുണ്ട്. രണ്ട് സൈഡിലും ആൻറ്റി കോപ്പർ ഷെയ്ഡിലുള്ള ടിഷ്യൂ ഓർഗൻസ ഫാബ്രിക്കിലുള്ള ബോർഡറാണ് സാരിക്ക് രണ്ട് സൈഡിലും വരുന്നത്. മുന്താണി വരുന്നത് കോപ്പറിലുള്ള ജെറി വുവൺ സ്ട്രൈപ്പ് ഡിസൈൻസിലാണ് സാരിയുടെ പല്ലു വരുന്നത്. സിൽവർ ഗ്രേ ടാസിൽസ് ആണ് എൻഡിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. ഈ സാരിക്കും വരുന്നത് പ്ലെയിൻ റണ്ണിങ് ബ്ലൗസ് മെറ്റീരിയലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോയിൽ ലാസ്റ്റ് സാരി വരുന്നത് പേർഷ്യൻ റോസ് ഷെയ്ഡിൽ വരുന്ന ചന്തേരി ഓർഗൻസ ഫാബ്രിക്കിൽ വരുന്ന സാരിയാണ്. എല്ലാവരുടെയും ഫേവറേറ്റ് കളറാണ് വാടാമുല്ല ഷെയ്ഡ്. എല്ലാ സ്കിൻ ടോണിലുള്ളവർക്ക് നന്നായിട്ട് സ്യൂട്ട് ആവുന്ന ഒരു കളറാണിത്. ഇതിലും ടിഷ്യൂ കോപ്പർ ഷെയ്ഡിലുള്ള ബോർഡറാണ് സാരിക്ക് രണ്ട് സൈഡിലും വരുന്നത്. 1.5 ഇഞ്ചിൻ്റെ ബോർഡർ അപ്പർ ബോർഡറായിട്ടും വരും. 4 ഇഞ്ചിലുള്ള ബോർഡറാണ് ലോവറിൽ വരുന്നത്. എൻ്റയർ സാരിയിൽ സെൽഫ് കളർ ആൻഡ് ആൻറ്റി കോപ്പർ ഷെയ്ഡിലുള്ള ഫ്ലോറൽ ത്രെഡ് വർക്കാണ് സാരിയിൽ വരുന്നത്. ഇങ്ങനെ സാരിയുടെ ബോഡി ഇങ്ങനെ വരിക. പേർഷ്യൻ റോസ് ആൻഡ് ആൻറ്റി കോപ്പർ ഷെയ്ഡിലാണ് ഫ്ലോറൽ ത്രെഡ് വർക്ക് വരുന്നത്. മുന്താണി വരുന്നത് ആൻറ്റി കോപ്പർ ഷെയ്ഡിലുള്ള ജെറി വുവൺ ലൈൻസിലാണ് സാരിയുടെ പല്ലു വരുന്നത്. ഒരു വടമുല്ല ഷെയ്ഡിലുള്ള ടാസിൽസ് ആണ് എൻ്റെ അറ്റാച്ച് ചെയ്തിട്ടുള്ളത്.
ഇത് ഓർഗൻസ ആയതുകൊണ്ട് തന്നെ ഇത് സിംഗിൾ ലെയറിൽ സാരി ട്രാൻസ്പെറൻറ്റ് ആയിരിക്കും കേട്ടോ. കുറച്ച് ഞാനിപ്പോൾ 2 ലെയറിലാണ് വെയർ ചെയ്തിരിക്കുന്നത്. നമുക്കിതിൻ്റെ ബ്ലൗസ് വരുന്നത് സെൽഫ് കളറിൽ തന്നെ വരുന്ന ബ്ലൗസാണ്. കുറച്ച് ലെങ്തി ആയിട്ടുള്ള ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ ട്രാൻസ്പെറൻസി വലിയ പ്രശ്നമില്ല. ഇതിൻ്റെ ബ്ലൗസ് വരുന്നത് ഒരു സെറി വുവൺ ലൈൻസിലാണ് സാരിയുടെ ബ്ലൗസ് വരുന്നത്. കോപ്പർ ടോണിലുള്ള സെറി ലൈൻസ് വരുന്നുണ്ട് ബ്ലൗസിൽ. ഫുൾ ഒരു തിൻ സ്ട്രൈപ്പ് ഡിസൈൻസിലാണ് ബ്ലൗസ് വരുന്നത്. നല്ല റിച്ച് ആയിട്ടുള്ളൊരു ബ്ലൗസാണ് വരുന്നത്. അതിലാണ് കോപ്പർ ടിഷ്യൂ ബോർഡർ വരുന്നത് സാരിക്ക്.